+2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗത്തിന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് +2 പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം MBBS പഠിക്കുക എന്നത് തന്നെയായിരിക്കും അല്ലേ. ഇന്ന് MBBS പഠിക്കാനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ. സോ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ടിട്ട് 2021 എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ FMGL റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ 2021 പബ്ലിഷ് ചെയ്തിരിക്കുന്ന FMGL റെഗുലേഷൻ ഗസറ്റിലെ കണ്ടീഷൻസ് പ്രോപ്പറായിട്ട് പാലിക്കാത്ത ഉള്ള യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പാലിക്കാത്ത കൺട്രീസിലൊക്കെയാണ് നിങ്ങൾ പോയിട്ട് MBBS പഠിക്കുന്നതെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ പരീക്ഷ എഴുതി ഇന്ത്യയിൽ വർക്ക് ചെയ്യൽ പോസിബിൾ അല്ല. സോ FMGL റെഗുലേഷൻ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവരുടെ ഇൻഫർമേഷൻ ഡെസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ, ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് കേട്ടോ. സോ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിളിൽ പോയതിനു ശേഷം നിങ്ങൾ NMC എന്നോ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാനായിട്ട് സാധിക്കും. സോ വൺസ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ് നമുക്ക് ഇൻഫർമേഷൻ ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഈ ഇൻഫർമേഷൻ ഡെസ്കിനകത്ത് ഫോർ സ്റ്റുഡന്റ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു എന്താണ് പിന്നെ ഓപ്ഷൻ ഉണ്ട്. സോ സ്റ്റുഡന്റ് സ്റ്റഡി അബ്രോഡിൽ വന്നു കഴിഞ്ഞാൽ 2019 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 2019 തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു ഫസ്റ്റ് കണ്ടീഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എബ്രോഡ് പോയി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മീറ്റ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് പോയിട്ട് എന്താണ് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു വിദ്യാർത്ഥി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നീറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യൽ പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ നീറ്റിന്റെ പാസ് മാർക്ക് ആയിരിക്കും ഇനി മുതൽ പിന്നെ നമ്മുടെ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്തേക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കൂടാണ്ട് നമ്മുടെ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റിന്റെ വാലിഡിറ്റി 3 years ആണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 3 years എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം, അതായത് ഇപ്പൊ 2025 നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് 2026 2027 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വിദേശത്ത് പോയിട്ട് ആ ഒരു സെയിം റിസൾട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് MBBS പഠിക്കാനായിട്ട് പോകാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, ഓക്കെ, അതായത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് യുണൈറ്റഡ് കിങ്ഡം. സോ ഇത്രയും രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അപ്പോ നീറ്റ് എഴുതിയിട്ട് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ കറന്റ്ലി നമ്മുടെ ഇവിടെ നടത്തുന്ന എക്സാമിന്റെ പേര് എന്ന് പറഞ്ഞാൽ FMG എന്ന് പറയുന്ന എക്സാം ആണ്. ഓക്കെ, സോ എയ്തർ FMG എഴുതണം, ഇനി വരും എന്ന് പറയുന്ന എക്സാമിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം ആണ് ഇനി വരാൻ പോകുന്നു എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോ എയ്തർ FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എഴുതി ക്വാളിഫൈഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസിങ് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ FMGL റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിരിക്കുന്നത് ഒരു ഗസറ്റ് ഇറക്കിയിരിക്കുന്നത്. സോ FMGL റെഗുലേഷനിലെ ഗസറ്റിലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി മീറ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തിരിച്ച് ഇനി മുതൽ ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസിങ് പോസിബിൾ ആവത്തുള്ളൂ. സോ നമ്മുടെ NMCന്റെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് ഗസറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. NMCന്റെ വെബ്സൈറ്റിൽ തന്നെ ഗസറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ ഒരു ഗസറ്റ് എടുക്കുന്ന സമയത്ത് ഗസറ്റ് NMC എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ ഗസറ്റുകളും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കിട്ടും. സോ ഇതിലാണ് 2021 എന്ത് ചെയ്തിരിക്കുന്നത് FMGL റെഗുലേഷൻ, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിഗേറ്റ് റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിരിക്കുന്നത് 2021 നവംബർ മാസം 18 എന്ത് ചെയ്തിരിക്കുന്നത് NMC ഈ ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗസറ്റിന്റെ ഉള്ളിലോട്ട് പോയിട്ട് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് FMGL റെഗുലേഷൻ ഗസറ്റായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു കാര്യം പ്രോപ്പർലി മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കൺട്രീസ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ FMGL റെഗുലേഷൻ ഗസറ്റിൽ
നമുക്ക് 2 ലാംഗ്വേജിലായിട്ടാണ് ഗസറ്റ് ഉള്ളത്. അതിപ്പോ FMGL റെഗുലേഷൻ ഗസറ്റ് എന്നല്ല, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ ഗസറ്റുകളും എന്തുണ്ട്, ഹിന്ദിയിലും ഉണ്ടാവും, അത് കൂടാണ്ട് എന്തുണ്ട്, ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൽ 4ാമത്തെ പോയിന്റ്, അതായത് ഗ്രാന്റ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു 4ാമത്തെ പോയിന്റിന് താഴോട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന് മെയിൻ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ എന്താണ്, നോ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ഷാൽ ബി ഗ്രാൻഡഡ് പെർമനന്റ് രജിസ്ട്രേഷൻ അൺലെസ് ഹി ഹാസ്. അതായത് ഇതിന് താഴെ പറഞ്ഞിരിക്കുന്ന അത്രയും കണ്ടീഷൻസ് പ്രോപ്പർ ആയിട്ട് മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിട്ട് എന്ത് കിട്ടത്തില്ല, പെർമനന്റ് രജിസ്ട്രേഷൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം എന്ത് ചെയ്തില്ല, പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടല് പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര ഉണ്ടാവണം, 54 months ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് 54 മാസം മിനിമം കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവണം. നമുക്കിപ്പോ ഇന്ത്യയിൽ 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും ആണല്ലോ വരുന്നത്. സെയിം ലൈക്കസ് മിനിമം ഡ്യൂറേഷൻ 54 months എങ്കിലും ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്യൂറേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് കണ്ടീഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മള് 1 year അതായത് 12 months എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ സെയിം ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിന് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആയിട്ടുള്ള ഓൺ ആയിട്ടുള്ള സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ സെയിം ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റേൺഷിപ്പ് ചെയ്യൽ നമുക്ക് പോസിബിൾ ആവില്ല. ശരിയല്ലേ? ദെൻ അടുത്ത പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് വെരി ക്ലിയർലി പറയുന്നുണ്ട് എന്താണ്, നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം വെരി ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കണം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇല്ലേ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡ്യൂറേഷനും അത് കൂടാണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പൊ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഈ 2 കാര്യങ്ങളും നമുക്ക് ഒരു ഒതന്റിക് ആയിട്ടുള്ള അതോറിറ്റിയിൽ പോയിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് മേ ബി ഡൗട്ട് ഉണ്ടാവും. അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് WHO വെബ്സൈറ്റിൽ പോവാം. WHO വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷനും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ എന്ത് ചെയ്യാം, നമുക്ക് WHO വെബ്സൈറ്റിലോട് ഒന്ന് പോയി നോക്കാം. സോ WHO വെബ്സൈറ്റിലോട്ട് പോകാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയതിനു ശേഷം മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. കറന്റ് എന്തുണ്ട്, ഞാൻ ഉള്ളത് WHO വെബ്സൈറ്റിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ ഗൂഗിളിൽ പോയതിനു ശേഷം എന്ത് ചെയ്തോളൂ, മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് WHO ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന ലിങ്ക് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറുന്ന സമയത്ത് സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ മൊബൈലിൽ നിന്നാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പ് മോഡിലോട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, നമ്മൾ ഈ സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു കൺട്രിയുടെ ഓപ്ഷൻ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് കൺട്രി വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺട്രി ഏതും ആയിക്കോട്ടെ. സോ മേ ബി നിങ്ങളിപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാം, അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്തോട്ടാണ് നിങ്ങൾ പോയി പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നിരിക്കട്ടെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അർമേനിയ നിങ്ങൾ ചൂസ് ചെയ്യുക. ദെൻ അർമേനിയയിൽ ഏത് കോളേജിലോട്ടാണോ നിങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു കോളേജ് എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എറവാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് നിങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു കോളേജ് ചൂസ് ചെയ്യുക. കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ വരുന്ന കോൺടാക്ട് ഇൻഫർമേഷൻസ് ആണ്. ദെൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം സ്പോൺസർ നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് ഈ സ്കൂൾ ഡീറ്റെയിൽസിനകത്ത് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ, അതായത് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന മെഡിക്കൽ സ്കൂൾ എവിടെയാണ് ഇരിക്കുന്നത്, ദെൻ അതിന്റെ ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ. ഓക്കെ,
ദെൻ അടുത്ത വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്. ഈ ഒരു മെഡിക്കൽ സ്കൂളിന്റെ ഫോൺ നമ്പർ, ഫാക്സ് നമ്പർ, അവരുടെ ഒഫീഷ്യൽ മെയിൽ ഐഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഉണ്ടാവും. ദെൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തതിന് ശേഷം കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. 6 years എന്ന് പറഞ്ഞാൽ എന്താ 72 months ആയി. സോ എന്തായാലും നമുക്ക് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 54 months മതി എന്നാണ്. സോ എന്താണ് 72 months ഉണ്ട്. ഓക്കെ, സോ സെയിം ലൈക്ക് എന്താണ് മിനിമം 4.5 years മുകളിൽ നമ്മുടെ കോഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അടുത്ത എന്തുണ്ട്, ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ലാംഗ്വേജിലാണ് അവിടെ കോഴ്സ് ഉള്ളത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ഇംഗ്ലീഷിലുണ്ട്, അർമേനിയനിലും ഉണ്ട്. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾ ഏത് കോളേജ് ആണോ ചൂസ് ചെയ്യുന്നത്, ഇനി ഏത് കൺട്രിയും ആയിക്കോട്ടെ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ സ്പോൺസർ നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് സ്പോൺസർ നോട്ട് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. സ്പോൺസർ നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളുടെയൊക്കെ എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ പോലുള്ള രാജ്യങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് എന്തുണ്ടാവണം, സ്പോൺസർ നോട്ട് ഉണ്ടാവണം. ഇപ്പൊ സ്പോൺസർ നോട്ട് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ടാവും, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെന്റ് തെരേസ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അല്ലേ, മേ ബി അവർക്ക് സ്പോൺസർ നോട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇതൊരു സ്പോൺസർ നോട്ട് ഇല്ലാത്ത യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളുടെ എക്സാംസ് കൊടുക്കൽ സാധിക്കത്തില്ല. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിപ്പോ NMC ഗസറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് സ്പോൺസർ നോട്ട് വേണമെന്നൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് 3 കണ്ടീഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞു. അതായത് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ, ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, പിന്നെ അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്തൊക്കെയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ 1 എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷെഡ്യൂൾ 1 കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അത്രയും സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഷെഡ്യൂൾ 1 നമ്മുടെ താഴോട്ട് വരുന്ന സമയത്ത്, നമ്മുടെ ഗസറ്റിൽ താഴോട്ട് വരുന്ന സമയത്ത് എന്തുണ്ട്, ഷെഡ്യൂൾ 1 നമ്മൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യം പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് കമ്മ്യൂണിറ്റി മെഡിസിൻ മുതൽ കമ്മ്യൂണിറ്റി മെഡിസിൻ മുതൽ നമ്മൾ ഏതൊക്കെ ക്ലിനിക്കൽ സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടാവണം, അത് കൂടാണ്ട് ഏതൊക്കെ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സും ലാബ് സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണ്, സബ് ലാബ് സ്പെഷ്യാലിറ്റി ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സബ്ജക്ട്സ്, അതായത് ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഇത്രയും സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ ഒരു 1, 2, 3, 4 ഈ ഒരു 4 പോയിന്റ്സും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വിദേശത്തുള്ള മോർ ദാൻ 95% ഓഫ് ദ യൂണിവേഴ്സിറ്റീസും ഈ ഒരു 4 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു 5ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് വിദേശത്തുള്ള മാക്സിമം ഒരു 30 to 40% ഓഫ് യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ ഒരു 30 to 40% കൺട്രീസോ മാത്രം മീറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ഒരു 4ാമത്തെ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി. അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ രാജ്യത്തിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. സോ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ത്യയിലെ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആണ് അല്ലേ. സോ ഇതുപോലെ ഓരോ രാജ്യത്തിനും, ഇപ്പൊ നേപ്പാൾ എടുക്കുകയാണെങ്കിൽ നേപ്പാൾ മെഡിക്കൽ കൗൺസിലാണ്, ദെൻ ഉസ്ബെക്കിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. ഇനി അത് ജോർജിയയിലോട്ട് പോകുന്ന സമയത്ത് ജോർജിയയിൽ NCQE എന്ന് പറയുന്ന ബോർഡാണ്. സോ ഓരോ രാജ്യത്തിലും എന്തുണ്ട്, അവരുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഉണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി സപ്പോസ് രജിസ്ട്രേഷൻ കിട്ടാത്ത കണ്ടീഷൻ ആണ് എങ്കിൽ അടുത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല എങ്കിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഓർ അതർവൈസ് competent to grant license to practice medicine in their respective jurisdiction of the country in which the medical degree is awarded and at par with the license to practice medicine given to citizen of that country എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത്
സപ്പോസ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത് കിട്ടേണ്ടിയിരിക്കുന്ന കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്, ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിങ് പോസിബിൾ ആക്കുന്ന ഡിഗ്രി ഏതാണോ ആ സെയിം ഡിഗ്രി വേണം നമ്മൾ പഠിച്ചിരിക്കാനെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഒന്നുകിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണം, ഇല്ല എങ്കിൽ ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിങ് എങ്ങനെയാണോ പോസിബിൾ ആവുന്നത് ആ ഡിഗ്രി വേണം നമുക്ക് ചെയ്തിരിക്കാനെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. സോ ഈ ഒരു കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് വിദേശത്തുള്ള പല ഇന്ത്യൻ എംബസികളും എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. കാര്യം ഈ ഒരു കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് വളരെ കൺഫ്യൂസ്ഡ് ആണ്. സോ ഇന്ത്യൻ എംബസികൾ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് നോക്കി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, ദെൻ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കസാക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിൽ ഒന്ന് പോയി നോക്കി നോക്കാം അല്ലെ. സോ ഞാനിപ്പോൾ കസാക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിലോട്ട് പോകാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗൂഗിളിൽ പോവാം അല്ലെ. ഇന്ത്യൻ എംബസി കസാക്കിസ്ഥാൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, പിന്നെ കസാക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അല്ലെ. സോ വൺസ് നിങ്ങൾ കസാക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കസാക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി മാത്രമല്ല, ഏകദേശമുള്ള എല്ലാ ഇന്ത്യൻ എംബസികളും എന്ത് കൊടുക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് എഡ്യൂക്കേഷൻ ഇൻ കസാക്കിസ്ഥാൻ എടുത്തോട്ടോ. നമ്മൾ എഡ്യൂക്കേഷൻ കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷന്റെ രണ്ടാമത്തെ ഖണ്ഡികയിലോട്ട് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീറ്റ് ക്വാളിഫൈ ആവേണ്ടത് മാൻഡേറ്ററി ആണ്, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് പ്രാക്ടീസിങ് പോസിബിൾ ആവില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ പിന്നെ കസാക്കിലുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് കോഴ്സ് ഉള്ളത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആഫ്റ്റർ ദ കോഴ്സ് നമുക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസ് പോസിബിൾ ആകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ എംബസി വെരി ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എഡ്യൂക്കേഷൻ Indian students are eligible to appear the examination conducted in 3 languages, Kazakh, Russian and English, by National Center for Independent Testing for getting license to practice as a doctor in Kazakhstan like other Kazakh student. Okay, so ഇതിൽ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു 3 ലാംഗ്വേജിൽ എക്സാം നടക്കുന്നുണ്ട്. ഇതിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആൾക്ക് എക്സാം എഴുതാം. സോ ഇന്ത്യൻ സ്റ്റുഡൻസ് എന്തായാലും പിന്നെ ഇംഗ്ലീഷിലായിരിക്കും ലൈസൻസ് എക്സാം കൊടുക്കാൻ പോകുന്നത്. സോ വൺസ് അവിടുത്തെ ലൈസൻസിങ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൾക്ക് അവിടെ രജിസ്ട്രേഷനും ലൈസൻസും കിട്ടും എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ കസാക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് 5 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ കൊടുക്കുക, ദെൻ 1 ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ആൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ എക്സാമിനേഷൻ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ സെയിം ലൈക്കസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തിന്റെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് മീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കറന്റ്ലി വേറെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസിങ് എക്സാമോ ഒന്നും കൂടാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്ട്രേഷനും ലൈസൻസും പ്രാക്ടീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് കൂടാണ്ട് പിന്നെ എന്ത് കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മുടെ NMC ഗസറ്റിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടുത്തെ പിന്നെ എക്സാമിനേഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇവിടെ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നാഷണൽ എക്സിറ്റ് ടെസ്റ്റോ അല്ല എങ്കിൽ എന്ത് എക്സാമിനേഷൻ ആണോ കമ്മീഷൻ നടത്തുന്നത്, ഇനിയിപ്പോ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് അല്ല ഇനിയിപ്പോ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന FMG ആയിക്കോട്ടെ എന്ത് എക്സാം ആയിക്കോട്ടെ ആ ഒരു എക്സാമിനേഷൻ നമ്മൾ എഴുതി പാസ്സാവണം എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷൻ ഓഫ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടും അത് കൂടാണ്ട് നമ്മുടെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ കൂടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സിനകത്ത് വീണ്ടും ഒന്നുകൂടെ തന്നെ എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്തുണ്ടായിരിക്കണം, പിന്നെ 54 months ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ എടുത്ത് പറയുന്നുണ്ട്. ദെൻ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സബ്ജക്ട്സിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇന്റേൺഷിപ്പും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് ഏതൊക്കെ സബ്ജക്ട്സിൽ
ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണമെന്നും 12 months കൊണ്ട് ഈ ഒരു സബ്ജക്ട്സിലുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ വെരി ക്ലിയർലി തന്നെ NMC പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഓഫ് സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, പല സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്നൊരു വലിയൊരു ഡൗട്ടാണ്, നമ്മൾക്ക് എന്താണ് ഒരു കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്തു, അപ്പോൾ എനിക്ക് ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വേറെ കോളേജസോ അല്ലെങ്കിൽ വേറെ കൺട്രിയൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്ത് പോയി പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. 2021 വരെ ആ ഒരു സംഭവം പോസിബിൾ ആയിരുന്നു. ബിക്കോസ് എന്താണ്, നിങ്ങൾക്കിപ്പം നിങ്ങൾ പോകുന്നത് ഇപ്പൊ ജോർജിയയിലാണ്, എനിക്ക് ജോർജിയ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു 2ാം വർഷം മുതൽ ഞാൻ റഷ്യയിൽ പോവാം, അങ്ങനെയൊക്കെ 2021 വരെ പോസിബിൾ ആയിരുന്നു. 2021 ശേഷം ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു സംഭവം പോസിബിൾ അല്ല. ഇതിനകത്ത് വളരെ ക്ലിയർലി പറയുന്നുണ്ട് നമ്മുടെ എൻറ്റയർ കോഴ്സിന്റെ സ്റ്റഡി. ഓക്കെ, അത് കൂടാണ്ട് നമ്മുടെ ഇന്റേൺഷിപ്പ്, ദെൻ ക്ലറിക്കൽഷിപ്പ്. സോ ഇന്റേൺഷിപ്പും ക്ലറിക്കൽഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പൊ പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കാറുണ്ട് ഇന്റേൺഷിപ്പ് എന്താണ്, ദെൻ ക്ലറിക്കൽഷിപ്പ് എന്താണെന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ മെഡിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ ക്ലറിക്കൽഷിപ്പ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലറിക്കൽഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ജനറൽ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് ജനറൽ മെഡിസിൻ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാം, ജനറൽ മെഡിസിൻ വാർഡിൽ പോയിട്ട് പേഷ്യൻസിനെ കാണുന്നുണ്ടാവും, ദെൻ അവരുടെ പിന്നെ കേസ് സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ, അതിനെ നമ്മൾ ക്ലറിക്കൽഷിപ്പും ദെൻ നിങ്ങൾ നിങ്ങളുടെ പിന്നെ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ എൻറ്റയർ കോഴ്സിന്റെ ഡ്യൂറേഷൻ പ്ലസ് നമ്മുടെ ഇന്റേൺഷിപ്പ് പ്ലസ് ക്ലറിക്കൽഷിപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണോ എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്നുണ്ട്. ദെൻ ഈ ഗസറ്റിന്റെ ഏറ്റവും അവസാനം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി എന്ന് പറയുന്ന സംഭവം വീണ്ടും പറയുന്നുണ്ട്. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, പിന്നെ 54 months ആണ് എന്നും നമ്മുടെ കോഴ്സ് 10 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ജോയിൻ ചെയ്ത് 10 വർഷത്തിനുള്ളിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് MBBS ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 years ആണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് സെയിം ആണ്, ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുത്താലും സെയിം തന്നെയാണ്. ഇന്ത്യയിലും നമ്മൾ MBBS ജോയിൻ ചെയ്ത് വിത്തിൻ 10 yearsനകത്ത് നമ്മുടെ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി എന്താവും, വാലിഡ് അല്ലാണ്ടായി മാറും. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് യൂസ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കാണ്ടാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യൽ പോസിബിൾ ആവുകയില്ല. ഓക്കെ, പിന്നെ എന്നോട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന വേറെ ഡൗട്ടാണ്, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗസറ്റിൽ എവിടെയെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റി പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്രൂവൽസ് വേണമെന്നൊക്കെ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. NMC ഇറക്കിയിരിക്കുന്ന ഗസറ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഈ പറയുന്ന WHO ലിസ്റ്റഡ് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ അപ്രൂവൽ വേണോ എന്നുള്ളൊരു കാര്യം എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നോർമലി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലൊക്കെ ലിസ്റ്റഡ് ആവുന്നത്. അത് കൂടാണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി സ്പോൺസർ നോട്ട് എനേബിൾഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ നോക്കുക. സ്പോൺസർ നോട്ട് എനേബിൾഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് വർക്ക് ചെയ്യുന്നതിന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോ അല്ലെങ്കിൽ EU കൺട്രീസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗസറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് FMGL റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ പ്രോപ്പർലി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ NMC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമ്മുടെ നോർമലി ഗൂഗിളിന്റെ ഹോം പേജ് ആണല്ലോ. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ പോയതിനു ശേഷം എന്ത് ചെയ്തോ, NMC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തോ. NMC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരാം. അതിനകത്ത് ഫസ്റ്റ് കാണുന്ന ലിങ്കാണ് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇൻഫർമേഷൻ ഡെസ്കിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ
നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ എബ്രോഡാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോർ സ്റ്റുഡൻറ് സ്റ്റഡി എബ്രോഡ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് അറിയാം. ഇനി ഇന്ത്യയിലോട്ടാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഫോർ സ്റ്റുഡൻറ് സ്റ്റഡി ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അപ്രൂവൽ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ദെൻ ഇതിനകത്ത് ഈ ഗസറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന എല്ലാ ഗസറ്റുകളും ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ ഒരു ടോയ്സിന്റെ വീക്കോ അല്ലെങ്കിൽ ടോയ്സിന്റെ മന്തൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ എന്താണ് പിന്നെ അപ്ഡേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാം. ഇതിൽ ഈ ഗസറ്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന എല്ലാ ഗസറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സെയിം ലൈക്കസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, എടുത്ത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. അതിനുശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ദെൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ NMC ഗസറ്റായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.